മണ്ണ് കുഴച്ച് ഈ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലേക്ക് സിമെൻറ്റ് വാരി പൊത്തിയതാണ്. ഇത് ഒത്തിരി വെള്ളമായാൽ ചീഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒത്തിരി വെള്ളം പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫിഷ് ടാങ്ക് ആയിരുന്നു പണ്ടത്തെ. പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ ഫിഷ് ടാങ്ക് പോയപ്പോൾ അതിനകത്തോട്ട് മണ്ണ് നിറച്ചു. എല്ലാ വർഷവും ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഇത് പയ്യൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിരുന്ന് വീണ്ടും ലെയർ ഉണ്ടോ, ഇത് നിറച്ച് പശുക്കുഞ്ഞുങ്ങൾ വന്ന് ചേക്കേറും. കൂടുണ്ടാക്കി ഇതിനകത്തും കുഞ്ഞുങ്ങളെയും വിരിച്ചിട്ട് ഇതിന് മുകളിൽ ഈ നെറ്റിൻ്റെ കേബിളും അതുപോലെ തന്നെ ഇലക്ട്രിക് കേബിളുണ്ടല്ലോ, ഈ കേബിളിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പ്രിൻസ് കമ്പകത്തുങ്കൽ എന്ന കർഷകൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിൻസേട്ടാ, ഇതെന്നാ പൂച്ചെടി പരിപാലനോ? അതല്ലേ, കൃഷി മാത്രം പോരല്ലോ, ഒരു മനസ്സിനൊരു ആനന്ദം അങ്ങനെ കിട്ടണം അല്ലേ? ആനന്ദം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളോട് വേണ്ടേ? വേണം തീർച്ചയായിട്ടും. അപ്പം പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ കുറച്ച് പൂച്ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നട്ടുപിടിപ്പിച്ചാല് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇതെന്താ കടലാസ് റോസ് ആണ് ഈ സൈഡിൽ? എല്ലാം കടലാസ് റോസാണ്. പല വെറൈറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിന് ഇഷ്ടം തോന്നിയ വെറൈറ്റികൾ ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ വെള്ളയുണ്ട്. അപ്പം ഒരു 1, 2, 3, 4, 5 വെറൈറ്റി എനിക്ക് ഇഷ്ടം തോന്നി. ഞാൻ 5 വെറൈറ്റി മേടിക്കുന്നുള്ളൂ. വെറൈറ്റി ഇത് എല്ലാ കാലത്തും പൂവുണ്ടാവും? ഇല്ല, ഇതിനൊരു വേനൽക്കാലം വരുന്ന സമയമുണ്ടല്ലോ, അതായത് സമ്മർ സീസണിൽ. ദാറ്റ് മീൻസ് നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ സമയത്ത് ഇതുപോലെ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനെ പ്രൂണിങ് നടത്തി നിർത്തണം. കട്ട് ചെയ്ത് നിർത്തണം. ഇങ്ങനെ ഒത്തിരി വളർന്നു പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഉണ്ടാകില്ല. ഇതിപ്പം ഈ പൂ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിവിടെ വെച്ച് മുറിച്ച് താഴെ വെച്ച് മുറിച്ച് നിർത്തണം. എന്നിട്ട് വരുന്ന തളുപ്പല പിന്നെയും പൂ ഉണ്ടാകുന്നു. ഈ പൂ കഴിയുമ്പോൾ വീണ്ടും അല്ലേ കട്ട് ചെയ്ത് നിർത്തിട്ട് പുതിയ ലെയർ വരുമല്ലോ. അത് ശരി. ആ പുതിയ ലെയർ വരുമ്പോൾ പുതിയ ലെയറിലാണ് പിന്നെ പൂ ഉണ്ടായി വരുന്നത്. ഇതന്നെ നമ്മുടെ ഈ മഞ്ഞ കോളാമ്പി അല്ലേ? കോളാമ്പി അത് രസകരമാണോ? ഇവൻ എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 365 ദിവസവും പൂവുണ്ട് അല്ലേ? ഒരിക്കൽ പോലും പൂവില്ലാതിരിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പൊക്കത്ത് വെച്ച് കട്ട് ചെയ്ത് അതിന് ലെയർ ഉണ്ടായിട്ട് പിന്നെ ഇഷ്ടംപോലെ പൂവ്. ഇങ്ങനെ കട്ട് ചെയ്താലേ പൂവുണ്ടാകത്തുള്ളൂ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ലെയർ വരുമല്ലോ. അത് ശരി. അപ്പോൾ അധികം പൊങ്ങിപ്പോയി ഇത് ചാഞ്ഞ് കിടക്കുകയുള്ളൂ. ഇതിന് എന്താ പരിപാലനം, വളം പ്രയോഗം? ഒരു പരിപാലനവും ഇല്ല. ഇതൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇതിന് വല്ലപ്പോഴെങ്ങാനും ഇത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മാത്രം മതി. ഒന്നും ചെയ്യണം. വേറെ പൂക്കാനുള്ള വെള്ളം ഒഴിക്കണം. പൂക്കാനുള്ള അതൊന്നും കൊടുക്കണം. ഒന്നും ചെയ്യണ്ട അല്ലെ? ഒന്നും വേണ്ടാത്തൊരു ചെടി ചെയ്ത് എപ്പോഴും പൂവുണ്ടാവും. ഇഷ്ടംപോലെ പൂവുണ്ടാവും. വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ ഗ്രാൻഡ് ആയിട്ട് ഏറ്റവും നന്നായിരിക്കും. പൊങ്ങി വരും. ഈ പുറകെ കാണുന്ന കാറ്റാടി വല്ലതും ആണോ? അതെന്നാ അറിയോ, ഫാൻ ഇങ്ങനെ കേടായിരുന്നപ്പോഴേ നമ്മൾ ഇങ്ങനെ ഈ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ എന്തോരം കാറ്റുണ്ടായി, വല്ല കാറ്റായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വൈഫൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഓർത്തു, ഈ കാറ്റിൻ്റെ അവസ്ഥ അറിയാമല്ലോ വീട്ടിലിരുന്ന് തന്നെ എന്നോർത്തുകൊണ്ട് ഞാൻ പിടിപ്പിച്ചത്. അത് ഈ ലോറിയുടെ ബയറിംഗ് ഇല്ലേ, ലോറിയുടെ ബയറിംഗ് അകത്ത് കൊടുത്തിരിക്കുന്നത്. ബയറിംഗ് ആണല്ലേ? ചെറിയ കാറ്റുണ്ടെങ്കിൽ ഇത് കറങ്ങിക്കോളും. സാധാരണ രീതിയിലൊരു കുഞ്ഞു കുറ്റികളെ ഞാൻ കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഇത് നല്ല ശക്തി കറങ്ങുമ്പോൾ അത് ബലം പോരാ. അതുകൊണ്ട് പിന്നെ തടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് നല്ല സ്ട്രോങ് ആക്കി കൊടുത്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ഫാനായിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഫൈനായിട്ട് ശക്തി കറങ്ങിയാലും പറഞ്ഞു പോകുകയല്ല. ഒരു കാറ്റാടി യന്ത്രം ഇരിക്കുന്ന പോലെ. ഇതിൽ വേണമെങ്കിൽ ഒരു ചെറിയ ഡൈനാമൊക്കെ പിടിപ്പിച്ച് കറണ്ട് എടുക്കാമെന്ന് തോന്നുന്നു. അതിനുള്ള കാറ്റ് നമുക്ക് കിട്ടുമോ? ഇല്ലല്ലോ. കാറ്റൊന്നും കിട്ടിയല്ല. കാറ്റ് കിട്ടിയാൽ മാത്രമല്ല, താഴെ ഒരു ബൾബ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് വല്ലതും പരീക്ഷണം നടത്തുന്നേ ഉള്ളൂ. ഇതൊരു ചെറിയ മീനിന്റെ ഈ പിള്ളേർക്കൊക്കെ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഗപ്പിയൊക്കെ ഇട്ടേക്കുന്നതാ. പിന്നെ താഴെ ഒരു ആമ്പലിന്റെ ഒരു ചെറിയ കുളമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇടാനുള്ള മീനെയും പിന്നെ അതിന്റെ തൈകൾ ഇതിനകത്താണ് വളർത്തുന്നത്. അതിനകത്ത് ഇടാനുള്ള മീൻ കുഞ്ഞുങ്ങളെ ഇതിനകത്താണ് വളർത്തുന്നത്. ഗപ്പി, പ്ലാറ്റി, മോളി ഈ ടൈപ്പ് മീനേ ഉള്ളൂ. ഗപ്പിയുടെ തന്നെ കുറെ വെറൈറ്റി ഉണ്ടെന്നേ ഉള്ളൂ. റെഡും ഇതൊക്കെ ആയിട്ട് തീറ്റിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പൊങ്ങി വരും. ഇതെന്ത് ചെടിയത്? ഇത് നമ്മുടെ പണ്ടത്തെ ചെമ്പകം ഓർക്കുന്നുണ്ടോ? ചെമ്പകം. വെള്ള ചെമ്പകം പല കളറുണ്ടോ, പല ടൈപ്പ് ഉണ്ടല്ലോ. അതിലുണ്ടായിരുന്ന ആ ചെമ്പകത്തിൻ്റെ ഒരു വെറൈറ്റി ഇതിനൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇത് ഒത്തിരി വെള്ളമായാൽ ചീഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒത്തിരി വെള്ളം പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫിഷ് ടാങ്ക് ആയിരുന്നു പണ്ടത്തെ. പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ ഫിഷ് ടാങ്ക് പോയപ്പോൾ അതിനകത്തോട്ട് മണ്ണ് നിറച്ചു. എല്ലാ വർഷവും ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഇത് പയ്യൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിരുന്ന് വീണ്ടും ലെയർ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന. അപ്പോൾ ലെയർ ഉണ്ടായി വരും.
അങ്ങനെ ലെയർ ഉണ്ടായി വന്നു കഴിയുമ്പോൾ അത് നിറച്ച് പൂവുണ്ടാവും. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇതെന്താ 2 കാലിട്ടിരിക്കുന്നത്? ഇത് ആക്ച്വലി ഒരു പൂച്ചെടിത്തോട്ടമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അങ്ങനെ പൂച്ചെടി കയറ്റി വിടാൻ വേണ്ടി റിങ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നത്. കോൺക്രീറ്റ് ചെയ്തിരിക്കുക ഓരോ റിങ്ങും അങ്ങനെ ഉറപ്പിച്ചിരുന്നു അല്ലേ? കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഓരോ റിങ്ങും. അപ്പോൾ അതേ പൂച്ചെടി കയറ്റി വിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പിടിപ്പിക്കുന്ന കാര്യം ഞാനൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത്. അപ്പോൾ ഇതേ കയറ്റി വിടാന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇരുന്നത്. അന്നേരം മനസ്സിലായി അതിനുള്ള ബലമില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതേലെ ടയറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് മറിഞ്ഞു പോകുമെന്ന് തോന്നി. ഇപ്പം പോസ്റ്റ് ഇട്ട് കൊടുത്തു. ആക്ച്വലി ഞാൻ അന്ന് ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയില്ലായിരുന്നു. പഠനം നടത്തിയായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒറ്റ പോസ്റ്റിൽ തന്നെ ക്രോസ് കമ്പി വെച്ചിട്ട് അതിന് മുകളിൽ ടയർ വെച്ചാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമായിരുന്നു. പിന്നെ അവിടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പൂച്ചെടിത്തോട്ടം പോലെ ഇരിക്കുകയും ചെയ്യും, കാണാനും ഭംഗിയുണ്ട്, നമുക്ക് കാര്യങ്ങളും നടക്കും. ഇതിൻ്റെ ഒരു 3 ലെയർ, ഇത്രയും നീളം ഒരു 3 ലെയർ ഞാൻ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തീരെ ചെറുത് അല്ലേ? ചെറുത്. അത് അതേ നട്ട് അതേ പിടിപ്പിച്ചു അത് വലുതായി വന്നപ്പോൾ അതേ നിന്ന് മുറിച്ചാണ് ഈ 5 എണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വേറെ ഉണ്ടാക്കി അല്ലേ? ഇത് ചുമലയാണോ മഞ്ഞയാണോ? ചുമലയാ. അത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഏറ്റവും ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരവും ഉണ്ട്, നല്ല കളറുമാണ് അകത്ത്. ഇത് കായ്ക്കാൻ തുടങ്ങി. അതെ. ഈ 2 ചെടിയും കായ്ക്കാൻ തുടങ്ങി. അപ്പം ഓരോരോ ചെടികളാണ് പിടിപ്പിച്ചു വന്നത്. ഇത് കായ്ച്ചു. ഇതിൽ 6 പൂവുണ്ടായി, അതിൽ 11 പൂവുണ്ടായി. കായും ഉണ്ടായി. എല്ലാം കായ ഉണ്ടായി. നമ്മൾ പരാഗണം നടത്തി കൊടുത്തോ അല്ലെങ്കിൽ ഒന്നും വേണ്ട തന്നെ ഉണ്ടായി. പൂമ്പൊടി ഒന്നും ചെയ്യണ്ട. നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ചാണകപ്പൊടി ഇടണം, പരിപാലിച്ചാൽ മതി. പിന്നെ ഈ ഇങ്ങനെ കൂടുതൽ പൊങ്ങി വരുമ്പോഴത്തേക്കും വേര് പൊങ്ങി അതിന് മുകളിലേക്ക് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മണ്ണ് ഒഴുകി ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് അതിന് മുകളിലേക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി. ഒട്ടും പരിപാലനത്തിന് ആവശ്യമില്ല. വലിയ കാര്യമായ ഒരു പരിപാലനമില്ല. വെള്ളം ചെല്ലണം എന്നുള്ളതേ ഉള്ളൂ. സൂര്യപ്രകാശം വേണം, വെള്ളം വേണം. ഇതൊരു കള്ളിമുൾച്ചെടിയുടെ ഒരു വകഭേദമാണ് അല്ലേ? അതെ. ഇതിന്റെ മുള്ളും അതുപോലെ തന്നെയാണ്, ഭയങ്കര ഷാർപ്പാണ്. അതെ. അതുകൊണ്ട് ഇതിന്റെ പഴം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ള പക്ഷികളുടെ ഒന്നും ആക്രമണം കുറവാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പക്ഷി ആക്രമിക്കാറില്ല. കാരണം ഇത് ഇങ്ങനെ പറന്നു വരുമ്പോൾ അതിന്റെ ചിറകെ തട്ടും. അതുപോലെ അണ്ണാന്റെ ശല്യങ്ങളൊക്കെ വളരെ കുറവാണ്. അണ്ണാന്റെ ശല്യം അങ്ങനെ വരാറില്ല. കാരണം അണ്ണാൻ കയറി പോകാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. ഇന്നിപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം നടുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാവലായി, അണ്ണാനായി, അതൊന്നും കിട്ടത്തില്ല. പല ഫ്രൂട്ട്സും കിട്ടത്തില്ല. അപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യസ്തതയുണ്ട് ഇത് അല്ലേ? ഇപ്പം നമ്മൾ ഈ റംബൂട്ടാനൊക്കെ ആണെങ്കിൽ വലയിടണം, അബിയു അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വലയിട്ട് സംരക്ഷിച്ച ഇന്നിപ്പം ആളുകൾ ഇതിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇത് രണ്ടൊന്നും ആക്രമണമാണ് ചോദിച്ചു വരുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഈ റംബൂട്ടാൻ നട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വലുതായി കഴിഞ്ഞ് നമ്മൾ പന്തലൊക്കെ ഇതിന് കവറിങ് എല്ലാം കൊടുത്ത് വന്ന് അതിന് ഫ്രൂട്ടായി വരുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ഒരു നിപ്പ എന്ന് പറഞ്ഞൊരു പരിപാടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് അങ്ങ് തീർന്നു പോയി, വിലയിടിക്കും. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് പോലും നമുക്ക് സംശയം. ആപ്പിൾ ലോബിയുടെ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം 4 ലക്ഷം രൂപയ്ക്ക് ഞാൻ അറിയുന്ന ഒരാൾ കൊടുത്തിരുന്ന തോട്ടം കൊടുത്തു, 4 ലക്ഷം രൂപയ്ക്ക്. അതിനുശേഷം അവർ 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് പോയതാണ്. കഴിഞ്ഞ് വില താന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവരങ്ങ് തിരിച്ചു വന്നിട്ടേ ഇല്ല. ആ ഫ്രൂട്ട് മുഴുവൻ താഴെ നശിച്ചു പോയത് കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലം. ഇങ്ങനെ ഒരു നിപ്പയുടെ ഒരു കാര്യം വന്നാൽ കഴിഞ്ഞ കൊല്ലം വന്ന് ഇപ്രാവശ്യം 50 രൂപയ്ക്കൊക്കെ അല്ലേ വിറ്റുപോയത്. 200 രൂപയ്ക്ക് വിറ്റിരുന്ന 1 കിലോയ്ക്ക് വിറ്റുന്ന ഇപ്പം 50 രൂപയ്ക്കല്ലേ വിറ്റത്. അതുകൊണ്ട് നമ്മളുടെ നാട്ടിലെ പ്രശ്നം ഇതാണ്. ഇത് ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും നല്ലൊരു വിളവ് വന്നു കഴിയുമ്പോഴത്തേക്കും കൃഷിക്കാർക്കൊന്നും കിട്ടാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ വരും. രസകരമായ ഒരു ചെടിയാണത്. അതെ അല്ലേ? കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. മുല്ലയുടെ ഒരു വെറൈറ്റിയാണ്. മുല്ലപ്പൂ പോലെ തന്നെ മുല്ലപ്പൂ പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ്. ഇതിന്റെ പേരെന്താണെന്നറിയോ? അറിയത്തില്ല. ഇത് എൻ്റെ പെങ്ങളെ സിസ്റ്റർ ഉണ്ട്, പെങ്ങള് കൊണ്ടുവന്ന് തന്നതാണ്. ഈ ചെടിക്ക് പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ 360 ദിവസവും പൂവുണ്ട്. ഇതിന് മണമുണ്ടോ? ചെറിയ മണമുണ്ട്. മുല്ലപ്പൂവിന്റെ മണമാണോ? മുല്ലപ്പൂവിന്റെ മണമില്ല, വലിയ മണമില്ല. എങ്കിലും മണമുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഇത് പൂവുണ്ടായിരിക്കില്ല, എന്നും പൂവുണ്ട്. 360 ദിവസം പൂവാ. ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള ചെടികൾ എന്നും പൂവുണ്ട് അല്ലേ? ഇതെല്ലാം മൊട്ട ഉണ്ടാവും, അതുപോലെ തന്നെ പൂവുണ്ടാവും. അതെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഉയരം അങ്ങനെ കട്ട് ചെയ്ത് ഈയിടെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എത്ര ലെയറാന്ന് നോക്കി. കൂടുതൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഉണ്ടാവുന്നുണ്ട്, ഇവിടെ എല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ തണ്ടാണോ നടുന്നേ? നോക്കിയിട്ടില്ല. ഇതിന് കായ ഉണ്ടാവുമോ? കായ ഉണ്ടായി കണ്ടിട്ടില്ല. തൈ ഉണ്ടാവുമോ? ഇതിന് തൈ ഉണ്ടാകുന്നില്ല. ഇല്ല. തൈ ഉണ്ടാകുന്നില്ല. അതെങ്ങനെ ഇല്ലെന്നല്ലേ അർത്ഥം? അന്നേരം അവര് നഴ്സറിക്കാരെങ്ങനെ ഉണ്ടാക്കും നമുക്ക് അറിയത്തില്ല. നമ്മൾ പക്ഷേ ഇത് മുറിച്ചിട്ട് അവരത് തണ്ട് നടുവായിരിക്കും. തണ്ട് നടുവായിരിക്കും. ഇത് നമുക്കിത് മുറിച്ച് കഴിഞ്ഞിട്ട് ഹോർമോൺ ഉണ്ടല്ലോ, ഹോർമോണിൽ മുക്കി പിന്നെ ഈ കറ്റാർവാഴയുടെ എസൻസിനകത്ത് മുട്ടവെള്ളം ഒഴിച്ച് നട്ട് കഴിഞ്ഞാൽ വേരുണ്ടാവുന്നാണ് പറയുന്നത്. ഇത് വേര് പിടിപ്പിക്കുക. ഈ കായില്ലെങ്കിൽ സാധാരണ നമ്മൾ തണ്ട് മുറിച്ച
നടുന്നത്. അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്ത് ചെടിയത്? ഇത് ഇലച്ചെടിയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇലച്ചെടി അല്ലേ? ഇലച്ചെടിയാണ്. ഇത് പൂവോ കായോ ഒന്നും ഉണ്ടാകുകയില്ല. ഇങ്ങനെ ഇല മാത്രം ഉണ്ടാകുന്നൊരു ചെടിയാണ്. ഇത് ഞാൻ ശരിക്കും പക്ഷികൾക്ക് വേണ്ടി പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതിൽ മഴക്കാലമായി കഴിയുമ്പോഴത്തേക്കും ഇത് നിറച്ച് പക്ഷിക്കുഞ്ഞുങ്ങൾ വന്ന് ചേക്കേറും. കൂടുണ്ടാക്കി ഇതിനകത്തും കുഞ്ഞുങ്ങളെയും വിരിയിച്ചിട്ട് ഇതിന് മുകളിൽ ഈ നെറ്റിൻ്റെ കേബിളും അതുപോലെ തന്നെ ഇലക്ട്രിക് കേബിളുണ്ടല്ലോ, ഈ കേബിളിലെല്ലാം കൂടെ രാവിലെ ഒരു 5:45, 6 ഇതുങ്ങളെല്ലാം ഇങ്ങനെ നിരന്നിരിക്കും. അത് കാണാൻ നല്ല രസമാണ്. ഇത് എന്ത് പക്ഷികളാണ്? ഈ കുരുവി പോലെ ചെറിയ പക്ഷി. അപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കാനുള്ള സൗകര്യമില്ല ഉണ്ടല്ലേ? ഉണ്ട്. ഇതിങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് പൂച്ച അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് കയറിയല്ല. അതിനൊന്നും കയറാൻ പറ്റത്തില്ല. ഇവർ ഉള്ളിലായിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. നമുക്കുള്ള പോലും ഇങ്ങനെ കാട്ട് നോക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഡിസ്റ്റർബ് ചെയ്യാറുമില്ല. അപ്പോൾ ഒരു 4-5 കൂടുണ്ടാക്കും. അതിനകത്തെല്ലാം 3-4 കുഞ്ഞുങ്ങൾ വീതം കാണും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം വിരിച്ച് രാവിലെ ഇങ്ങനെ മുകളിൽ കയറിയിരിക്കും. ഇപ്പം ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ല. ഈ സമയത്ത് അവർ വരുന്നത്. ാണോ ഈ ചെടി പിടിപ്പിച്ചിരിക്കുന്നത്? അതെ. ഈ ചെടിയുടെ പേരെന്താ? ഇതിനകത്ത് 3 വെറൈറ്റി ചെടിയുണ്ട്. ഇത് പൂച്ചവാലൻ എന്ന് പറയുന്ന സാധനമില്ലേ? പൂച്ചവാലൻ. ഇങ്ങനെ ഹാങ് ചെയ്ത് പൂ ഉണ്ടാകുന്ന ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പണ്ട് പറയലായിരുന്നു ഉണ്ണീശപ്പൂ എന്ന് പറയുന്നത്. അത് ഇതിനകത്തുണ്ട്. ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഉണ്ട് ഈ ഭാഗത്ത്. ഇത് മഞ്ഞപ്പൂ ഉണ്ടായി ഹാങ് ചെയ്ത് കിടക്കണ്ട. അത് ഉണ്ണീശപ്പൂവിന്റെ ഒരു വെറൈറ്റിയാണ്. ഈ ചെടിയാണ്. ഇതിന്റെ കവളിലാണ് ഇത് വെച്ച് പിടിപ്പിച്ചേക്കും. ഇത് ഇവിടെ കവളി വെച്ചിട്ട് മറ്റേതെല്ലാം വെച്ച് കെട്ടുകയാണ്. ഈ തെങ്ങയിലും വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ തെങ്ങയിലും ഉണ്ട്. ആ തെങ്ങയിലുള്ളത് ഉണ്ണീശപ്പൂവിന്റെ വെറൈറ്റിയിലുള്ള ഈ പ്ലാന്റ് തന്നെയാണ്. മഞ്ഞപ്പൂ ഹാങ് ചെയ്ത് നിൽക്കും. ഇതൊരു നല്ല വള്ളിച്ചെടിയാണല്ലോ. അതെ. ഇതെന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേര് കൃഷ്ണകമലം. ഇതിങ്ങനെ കിടന്നുള്ള ഇഷ്ടം പോലെ ഇതുണ്ടോ, എന്തോരം വേണേലും ഇതുണ്ടായിട്ട് പൂ അതുപോലെ പൂവുണ്ടാവോ? നിറച്ച് പൂവല്ലേ? ഇത് മുഴുവൻ പൂവാ. അത് അല്ലേ? ഇതുണ്ടല്ലേ? എല്ലാം പൂവാ. പക്ഷേ ഇത് പൂ കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടോ? നല്ല രസമാണ്. പക്ഷെ ഒരു ദിവസം നിൽക്കുകയുള്ളൂ. ഒറ്റ ദിവസം പൊഴിഞ്ഞു പോകും അല്ലേ? ഒരു ദിവസം നിന്ന് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം കൂടെ ഒന്ന് ഓപ്പൺ ആയി വരും. ഇതല്ല പന്തല് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലോ അല്ലേ? ഇത് ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കാൻ. ആർച്ച് പോലെ. അതെ. പിന്നെ നമുക്ക് ഷെയ്ഡിന് വേണ്ടിയിട്ട് വേണേൽ പന്തല് പോലെ ഉണ്ടാക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ഇത് കയറി വരുമോ? ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന്. ഇത് എത്ര നാളെ നട്ടു? ഇത് ശരിക്കും പറഞ്ഞാൽ 4 മാസമായല്ലോ. ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ ഇത്? അല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊരു മീൻകുളം വേണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ മതിലിൻ്റെ പുറത്താണല്ലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ നല്ല ഭംഗിയായിട്ട് ഇത് ഞാൻ തന്നെത്താനെ ഉണ്ടാക്കിയെടുത്തതാണ്. വെറും നമ്മുടെ മണ്ണില്ലേ, മണ്ണ് കുഴച്ച് ഈ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലേക്ക് സിമെൻറ്റ് വാരി പൊത്തിയതാണ്. എൻ്റെ കൈയും ഒരു കുലശ്ശേരും മാത്രമേ ഇതിന് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഒരു തൂമ്പായി, ഒരു കൊട്ടയും, പിന്നെ മണ്ണും. അതിനുശേഷം പിന്നെ സിമെൻറ്റ് ഇതിന് മുകളിലേക്ക് വാരി പൊത്തി കൈക്ക് തന്നെയാണ് ഇത് ചെയ്തത്. അത് ശരി. അങ്ങനെ ചെയ്തിട്ട് ഇതൊരു വലിയ കുളമായിരുന്നു. കുളം എന്ന് പറഞ്ഞാൽ ഏറ്റവും പറഞ്ഞാൽ 4 അടി താഴ്ചയുള്ളൊരു കുളമായിരുന്നു. അതിനകത്ത് ഞാൻ വൈക്കത്ത് പോയി നല്ല മീനെ കൊണ്ടുവന്നതിനകത്തിട്ട്, കളർഫുള്ളായിട്ടുള്ള മീനുകളെ കൊണ്ടുവന്നിട്ടു. അങ്ങനെ ഇട്ടപ്പോഴാണ് മറ്റൊരു വീട് പണിയാൻ വേണ്ടി തിരുമേനി ഇതിലേ വരുന്നത്. അന്നേരം പുള്ളി എന്നോട് ചോദിച്ചു, ഇതെന്നാ ഇങ്ങനെ പണിതേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് മീൻ പിള്ളേർക്ക് കാണാൻ, എനിക്കും കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത് അഗ്നികോണിലാണ്, എത്രയും പെട്ടെന്ന് ഇത് മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി. ഉടനെ ഞാൻ പിന്നെ എന്നെ ചെയ്തു, മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്ക് ഈ തൂണ് വെച്ച് ഈ കൊട അങ്ങ് പിടിപ്പിച്ചു. നമ്മുടെ ഡിഷാൻറ്റിനയുടെ കൊട പിടിപ്പിച്ചു. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പഴയ സാധനങ്ങളെല്ലാം കളയാതെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഡിഷാൻറ്റിനയുടെ ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് ഇരിപ്പിടാം. ഇപ്പോൾ 6 പേർക്ക് സുഖമായിട്ടിരുന്ന് ഇങ്ങനെ വട്ടത്തിരുന്ന് വർത്താനം പറയാൻ പറ്റും. ഫ്രഷ് എയറും കിട്ടും, കാഴ്ചകളും കാണാം, വഴിക്കിടെ പോകുന്ന വണ്ടിയും കാണാം. അതുപോലെ ഏത് വെയിലത്തും വന്ന് ഇരിക്കുകയും ചെയ്യും. ഏത് വെയിലത്തും ഇരിക്കാം. അധികം വലിയ വെയിലാകുമ്പോൾ അതിൻ്റെതായ ചൂട് വരും. ഈവനിങ്ങും മോർണിംഗും ഇരിക്കാൻ. ഇപ്പം ഇത്രയും സമയമായപ്പോഴും നമുക്ക് ചൂടൊന്നുമില്ലല്ലോ, അവിടെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ പഴയ ഇതാണ് ഇത്. ഈ കുറ്റി കുരുമുളക് വെച്ചിരിക്കുന്നതൊക്കെ വാഷിംഗ് മെഷീന്റെ കവറാണ്. അതിനപ്പുറത്ത് കാണുന്നതെല്ലാം വാഷിംഗ് മെഷീന്റെ കവറുകളും അതിനകത്തെ സാധനങ്ങളുമാണ്. പഴയ സാധനങ്ങളൊന്നും കളയാ. അതിനകത്ത് എല്ലാം എന്നേലും വെച്ച് പിടിപ്പിക്കും. ഊഞ്ഞാല ഇരുന്ന് ആടുകയും ചെയ്യാം അല്ലേ? ഊഞ്ഞാല് ഇത് പിള്ളേര് ചെറുതായിരുന്നപ്പം അവർക്ക് ഊഞ്ഞാല് വേണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു ഊഞ്ഞാലായിക്കോട്ടെ, ബലമുള്ളതായിക്കോട്ടെ, അപ്പോഴൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ധാരണയിൽ അന്ന് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. വലിയവർക്ക് ഇരുന്നാലും പോകുമൊന്നുമില്ല, ഞങ്ങളല്ലേ കൊണ്ട് പോകും. എല്ലാം ഇരുമ്പല്ലേ? കൊണ്ട് പോകുമൊന്നുമില്ല. പെയിന്റ് ചെയ്തേക്കുന്നത് തുരുമ്പിക്കത്തുമില്ല. അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ പിള്ളേർക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ പിള്ളേർ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് ആടുകയും ചെയ്യാൻ, നമുക്ക് അവരെ കാണുകയും ചെയ്യാൻ സുരക്ഷിതമാണ് വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.